അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. നാം ജീവിക്കുമ്പോൾ സമ്പാദിക്കണം. ആ സമ്പാദിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, അതുപോലെ നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മെ ആശ്രയിക്കുന്ന ആളുകൾക്ക് വേണ്ടി നാം ചെലവഴിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയൊരു ഗുണമാണ് സമ്പാദ്യമെന്ന് പറയുന്നത്. സമ്പാദിക്കാതെ നമുക്കിവിടെ ഒന്നിനും നിലനിൽപ്പില്ല. സമ്പാദിക്കുന്നത് പല രൂപത്തിലായിരിക്കും ഓരോ ആളുകളും സമ്പാദിക്കുക എന്നുള്ളത്. മഹാന്മാരായ അമ്പിയാക്കൾ ഓരോ തൊഴിൽ എടുത്തുകൊണ്ട് ജീവിച്ചവരായിരുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കൃഷിപ്പണി ചെയ്തുകൊണ്ടും, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മരപ്പണി എടുത്തുകൊണ്ടും, ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തുന്നൽ ജോലി ചെയ്തുകൊണ്ടും, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വസ്ത്രവ്യാപാരം ചെയ്തുകൊണ്ടും, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പടയങ്കി നിർമ്മിച്ചുകൊണ്ടുമായിരുന്നു ഇവിടെ ജോലി ചെയ്തിരുന്നത്. ഇങ്ങനെ ജോലി എന്ന് പറയുന്നത് ഒരു മനുഷ്യന് അത്യന്താപേക്ഷിതമാണ്. ജോലിയില്ലാതെ ഇവിടെ ജീവിക്കാൻ കഴിയില്ല. ജോലിയില്ലാതിരിക്കുമ്പോഴാണ് മനുഷ്യന് ടെൻഷനും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു അസഹ്യമായ, സഹിക്കാൻ കഴിയാത്ത ജീവിതത്തിലുള്ള പ്രതിസന്ധികളും വരുന്നത് ജോലിയില്ലാത്തൊരു സന്ദർഭത്തിലാണ്. അതുകൊണ്ട് നാം ഏതെങ്കിലും ഒരു രൂപേണ ജോലിയെടുക്കുന്നവരായി മാറാൻ വേണ്ടി തയ്യാറാവണം. നാം നമ്മുടെ ഭാര്യമാർക്ക്, മക്കൾക്ക്, അതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്ക്, കുടുംബക്കാർക്ക് നൽകുന്ന ഓരോ ഇറക്ക് ഭക്ഷണത്തിലും ഓരോ ഉരുള ഭക്ഷണത്തിനും സ്വതക്കയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാൻ വേണ്ടി കഴിയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ അധ്വാനത്തിൻ്റെ ഫലമായി കൊണ്ട് അവൻ ക്ഷീണിതനായി വൈകുന്നേര സമയമായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് പുറത്തു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് നാം ജീവിക്കുന്ന സമയത്ത് നല്ല ഹലാലായ ജോലിയെടുത്ത് ജീവിക്കുക. ഹറാമായ ജോലികളിൽ നിന്നൊക്കെ വിട്ടു നിന്നുകൊണ്ട് നമ്മുടെ സമ്പാദ്യം മുഴുവനും ഹലാലാക്കാൻ വേണ്ടി തയ്യാറാവുക. ഹലാലായ സമ്പാദ്യമാണ് നമുക്ക് വേണ്ടത്. ഹറാമായ സമ്പാദ്യം നമുക്ക് ഒന്നിനും പരിഹാരമല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ബറക്കത്തുണ്ടാവുകയില്ല. അത് നരകത്തിലേക്കുള്ള വിറക് കൊള്ളിയാണ് നമ്മുടെ ശരീരം ഹറാമ് ഭക്ഷിക്കുന്നതിലൂടെ ആയി മാറുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് നാം ജീവിതത്തിൽ അധ്വാനശീലമുള്ളവരായും എന്തെങ്കിലും ഹലാലായ ജോലി കണ്ടെത്തുന്നവരുമായി മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.